അല്ല, എന്നെ സംബന്ധിച്ച് എൻ്റെ ഫാദറിൻ്റെ ലീഡറാണ്. എനിക്കൊരു ഗ്രൂപ്പേ ഉള്ളൂ, രാഹുൽ ഗ്രൂപ്പ്. വിഷം കുടിക്കുന്ന പോലെ ഞാനത് അംഗീകരിച്ചു. അതിന് കിട്ടിയൊരു മറുപടി എന്ന് പറഞ്ഞാൽ ഞാൻ ആക്റ്റീവ് അല്ല എന്നുള്ളതാണ്. ആക്റ്റീവ് അല്ലായിരുന്നോ? 9 സംസ്ഥാനത്താണ് ഞാൻ പ്രചരണം നടത്താറുള്ളത്. നമ്മുടെ സെക്യുലറിസത്തിൽ എല്ലാ മതങ്ങളെ അംഗീകരിക്കുന്ന സെക്യുലറാണ്. ഇങ്ങനെ വന്നൊരു ആളാണ്. എങ്ങനെ വന്ന ആളാണ്? കോട്ട സിസ്റ്റത്തിൽ വന്ന ആളാണ്. 25 വർഷം ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചതിന് ശേഷം, അല്ലെങ്കിൽ 23 വർഷം ഞാൻ പ്രവർത്തിച്ചതിന് ശേഷം ആണ് എനിക്കൊരു അവസരം തന്നത്. പക്ഷെ അവസരം പലപ്പോഴും അതിനു മുമ്പ് എനിക്ക് വന്നിട്ടുണ്ട്. ഒരു കോട്ട എനിക്ക് ആവശ്യമില്ല. ശ്രീ രമേശ് ചെന്നിത്തല എൻ്റെ പേര് 2014 ലോക്സഭയിൽ പത്തനംതിട്ടയ്ക്ക് പറഞ്ഞപ്പോൾ എൻ്റെ പിതാവ് വേണ്ട എന്ന് പറഞ്ഞു. 2016 ഇരിക്കൂറിൽ ഞാൻ മത്സരിക്കണമെന്ന് അതേ നേതാവ് ആവശ്യപ്പെട്ടപ്പോഴും എൻ്റെ പിതാവ് വേണ്ട എന്ന് പറഞ്ഞു. 19 ഇലക്ഷനിൽ ചിലപ്പോൾ എനിക്ക് പോലും ഒരു മനസ്സിലൊരു ആഗ്രഹം കണ്ടേക്കാം, പത്തനംതിട്ട മത്സരിക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പിതാവ് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാനിത് ഞാൻ ആർക്ക് വേണ്ടി വർക്ക് ചെയ്തോ, എൻ്റെ സീനിയർ ലോയർ അഭിഷേക് മനു സിംഗ്വി, അദ്ദേഹം ചാണ്ടിയുമൻ കഴിഞ്ഞ കുറേ നാളായി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞപ്പം ആദ്യം ലീഡർഷിപ്പ് പറഞ്ഞു, ഫാദർ പറയട്ടെ വേണോ വേണ്ടയോ എന്നുള്ളതാണ്. അദ്ദേഹം വേണ്ടെന്നാണ് പറഞ്ഞത്. 21 ഇലക്ഷൻ 40ഓളം സ്ഥലങ്ങളിലാണ് എൻ്റെ പേര് ഓരോരുത്തർ പറഞ്ഞത്. നിങ്ങൾ നോക്കിയാൽ മതി. അവിടെയും എൻ്റെ ഫാദർ മൊത്തത്തിൽ വേണ്ട എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ അത് വില്ലിങ് ആയിരുന്നില്ല ആ സമയത്ത്. നമ്മൾ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് സ്ഥാനം വേണ്ടെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ഒരു വോട്ടയും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഇവിടെയും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. എൻ്റെ ഫാദർ മരിച്ചതിന് ശേഷം ഞാൻ ആവശ്യപ്പെട്ടു. ആരാവശ്യപ്പെട്ടു? രാഹുൽജി എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ തീരുമാനിക്കുകയാണെന്ന് പറഞ്ഞു. ലീഡർഷിപ്പാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞങ്ങളാരും ആവശ്യപ്പെട്ടിട്ട് പോലുമില്ല. പുതുപ്പള്ളിയിലെ ജനങ്ങൾ, നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ ആ സമയത്ത് എന്താ അവരുടെ വികാരം എന്നുള്ളത്. പുതുപ്പള്ളിയിലെ ജനങ്ങളെന്ന് പറഞ്ഞു. അപ്പോൾ ഈ തരത്തിലുള്ള വിലയിരുത്തൽ കൊണ്ട് 23 വർഷക്കാലം പ്രവർത്തിച്ച് എന്നെ വിലയിരുത്താൻ നോക്കണ്ട. 4000 കിലോമീറ്റർ ശ്രീ രാഹുൽ ഗാന്ധിയോടൊപ്പം പദയാത്ര നടത്തുന്ന ആളാണ്. ഈ നാട്ടിൽ 2025 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഞാൻ വീടുകൾ കയറി, കേരളം ഒട്ടുക്ക് വീടുകൾ കയറി. 2019 ഇലക്ഷന് കന്യാകുമാരി തൊട്ട് ചണ്ഡീഗഡ് വരെ പ്രവർത്തിച്ച ആളാണ് ഞാൻ. രാഹുൽ ഗാന്ധിയുടെ പലതവണ ചാർജ് വഹിച്ച് ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അത് ഞങ്ങളെ സംബന്ധിച്ച് നാച്ചുറലായിട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് ഇതൊക്കെ ഒരു ശരിയായ വിലയിരുത്തലല്ല. ഞാൻ പറഞ്ഞില്ലേ, ചിലർ ഇതിനു വേണ്ടി ഇരുത്തിയിരിക്കുകയാണ് ഇങ്ങനെയുള്ള കഥകൾ ഉണ്ടാക്കാനും പറയാനും. അത് ഇടതുപക്ഷക്കാരൻ. ഇടതുപക്ഷമാണെന്നുള്ളത് അതെ, ഇടതുപക്ഷക്കാരൻ. ഈ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന സമയത്ത് സമ്മതിക്കുന്നു, അദ്ദേഹം അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാകും താങ്കളെ ആക്റ്റീവായിട്ട് ഇതിൽ കൊണ്ടുവരണ്ട, കാരണം അത് വേറൊരു രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുമെന്ന് വിചാരിച്ചിട്ടുണ്ടാകും. പക്ഷെ അദ്ദേഹത്തിന് ശേഷം താങ്കളെ വീണ്ടും ആ ഒരു രീതിയിൽ തന്നെ വീണ്ടും മാറ്റി നിർത്തുന്നതായിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, എൻ്റെ പാർട്ടി എന്നോട് അന്യായം കാണിച്ചിട്ടില്ല. കാണിച്ചിട്ടില്ല. എൻ്റെ പാർട്ടി എന്നോട് തന്നെ, എൻ്റെ പാർട്ടി എന്ന് പറയുമ്പം എൻ്റെ ലീഡർഷിപ്പാണ്. ശ്രീ രാഹുൽ ഗാന്ധിയാണ്, ശ്രീമതി സോണിയാഗാന്ധിയാണ്, ഞാൻ വിശ്വസിച്ച ആദർശങ്ങളാണ്. അത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ നേതാവ് എന്നോട് അന്യായം കാണിച്ചിട്ടില്ല. എപ്പോഴും പറയുന്ന രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ സ്വാമി ഇവിടെ താങ്കൾക്ക് ഒരു നേതാവില്ല കേരളത്തിൽ. അല്ല, എന്നെ സംബന്ധിച്ച് എൻ്റെ ഫാദറിൻ്റെ ലീഡറാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഫാദർ ലീഡറാണ്. എല്ലാ ലീഡേഴ്സും എൻ്റെ ലീഡേഴ്സല്ല. ഇവിടെയുള്ള എല്ലാ ലീഡേഴ്സ്, രമേശ് ചെന്നിത്തലയാണെങ്കിലും കെ സി വേണുഗോപാലാണെങ്കിലും വി ഡി സതീശനാണെങ്കിലും കെ സുധാകരനാണെങ്കിലും സണ്ണി ജോസഫ് ആണെങ്കിലും ഇവരെല്ലാം ലീഡേഴ്സാണ്. പക്ഷെ ഞാൻ ആരെ മാതൃകയാക്കി? എൻ്റെ മാതൃക രാജീവ് ജിയാണ്, എൻ്റെ മാതൃക എൻ്റെ ഫാദറാണ്. അതെപ്പോഴും അങ്ങനെയാണ്. അവരായിരിക്കും എപ്പോഴും എൻ്റെ ലീഡേഴ്സ്. യൂത്ത് കോൺഗ്രസിൻ്റെ ഇപ്പം പുനഃസംഘടന എന്ന് പറയാൻ പറ്റില്ല, സംസ്ഥാന പ്രസിഡന്റിനെ മാറ്റുന്നു.
ഇപ്പം KPCCയുടെ പുനഃസംഘടന നടക്കുന്നത്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സംഭവവികാസങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഇതിനെ പറ്റി പറയുമ്പോൾ അതിനകത്ത് ജനീഷിനെ തിരഞ്ഞെടുത്ത് അബിനെ ഒഴിവാക്കി എന്നുള്ളൊരു പരാതികളൊക്കെ പൊതുവെ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് അതിനെ ഒന്ന് കാണുന്നത്? അബിനെ ഒഴിവാക്കിയതാണോ അതോ? അതല്ല, എല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് പോകണം. നമുക്കിപ്പം പാർട്ടി ഒരു തീരുമാനം എടുത്തു, ആ തീരുമാനത്തെ അംഗീകരിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. ചിലർക്ക് ഇഷ്ടം കാണും, ഇഷ്ടം കാണാതിരിക്കാം. ചിലപ്പം ചിലർക്ക് റീസണബിളായിട്ട് തോന്നാം, റീസണബിൾ അല്ലാന്ന് തോന്നാം. എന്താണെങ്കിലും പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഒന്നിച്ച് പോകണം. അതാണെന്ന് പറഞ്ഞു വന്നതെന്ന്. അപ്പം അബിന് സ്വാഭാവികമായിട്ടൊരു ഫീലിംഗ് ഉണ്ടാകാം. ഞാൻ അബിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ അദ്ദേഹത്തെ പരിഗണിച്ചില്ല എന്നൊരു ഫീലിംഗ് ഉണ്ടായേക്കാം. പക്ഷേ ഇപ്പോൾ ഒരു തീരുമാനം എടുത്തു, ആ തീരുമാനത്തെ അംഗീകരിക്കുക, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. അത് നമ്മളൊരു പാർട്ടി നയിക്കുമ്പോൾ പാർട്ടിയുടെ ഒരു മര്യാദ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളത് സ്വാഭാവികമായിട്ടൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ആ തീരുമാനം അംഗീകരിക്കണമെന്നാണ് ഞാൻ അന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഇപ്പോഴും ഞാനതാണ് പറയുന്നത്. അപ്പോൾ അബിൻ അങ്ങനൊരു തീരുമാനം വന്ന സാഹചര്യത്തിൽ അതിനെ അംഗീകരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കും. മാത്രമല്ല അബിൻ മാത്രമല്ല, ഒത്തിരി ചെറുപ്പക്കാരെ പരിഗണിച്ചു. അവർക്കെല്ലാം സ്വാഭാവികമായിട്ട് വിഷമമുണ്ടാകും. അഖിലുണ്ട്, ഹരിതാ ബാബു ഉണ്ട്, അങ്ങനെ അഭിജിത്തുണ്ട്. അവരെയൊക്കെ ഈ സ്ഥാനത്തേക്ക് യോഗ്യരായിരുന്നു. പക്ഷെ അവരെല്ലാം ഒന്നിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ അബിൻ്റെ കേസിൽ അവനൊരു തവണ മത്സരിച്ചതാണ്. ജനാധിപത്യപരമായിട്ടുള്ളൊരു മത്സര രീതിയിലൂടെ തെരഞ്ഞെടുപ്പിലൂടെ തന്നെ വന്നതാണ്. അപ്പോൾ അതിനകത്ത് 2ാം സ്ഥാനം കിട്ടി വന്നയാളാണ്. അപ്പം ആ ഒരാൾ മാറുമ്പോൾ, ഒരു അപ്രതീക്ഷിതമായ സാഹചര്യത്തിൽ പ്രസിഡന്റ് മാറുന്ന സാഹചര്യത്തിൽ 2ാമത്തെ ക്ലെയിം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അബിനാകണമല്ലോ കിട്ടേണ്ടിയിരുന്നത്. ആ കാര്യം വെച്ച് നോക്കുമ്പോൾ അബിനൊരു അവഗണന നേരിട്ടു എന്ന് തോന്നുന്നു. പാർട്ടിയിൽ പല സൊല്യൂഷൻസ് ഉണ്ട്. ചിലപ്പോൾ പുതിയൊരാളെ വെക്കാം, ചിലപ്പോൾ ഈ 2ാമത്തെ ആളെ വെക്കാം, ചിലപ്പോൾ ഈ ജയിച്ച ആളുടെ സൈഡിൽ നിന്ന് തന്നെ ഒരാളെ വെക്കാം. അങ്ങനെ പല തരത്തിലാണ് പലപ്പോഴും പാർട്ടി ഡിസിഷൻസ് എടുക്കാറുള്ളത്. അപ്പം അങ്ങനൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളില്ല. 2ാമത് വന്ന ആളെ തന്നെ വെക്കണമെന്നൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളില്ല. ചിലപ്പോൾ സംഘടന മൊത്തത്തിൽ ഒന്ന് ഫ്രീസ് ചെയ്തിട്ട് പുതിയൊരാളെ വെക്കാം. അങ്ങനെ പല സൊല്യൂഷൻസ് ഈ ഒരു പ്രശ്നത്തിനുള്ളതുകൊണ്ട് ആ സൊല്യൂഷൻ എന്താണെന്നുള്ളത് പാർട്ടി അതിൻ്റെ സാഹചര്യം അനുസരിച്ച് തീരുമാനിച്ചു. അപ്പം ഇഷ്ടപ്പെടാത്തവരുണ്ട്, ഇഷ്ടപ്പെട്ടവരുണ്ട്. അത് എന്താണെങ്കിലും തീരുമാനം വന്ന സാഹചര്യത്തിലും ഇലക്ഷൻ നേരിടുന്ന സാഹചര്യത്തിലും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്നതാണ് എൻ്റെ അഭിപ്രായം. താങ്കൾ അന്നേരം പറഞ്ഞ ഒരു താങ്കൾക്കുണ്ടായ ഒരു അനുഭവമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ടായിരുന്നു താങ്കൾ അതിനെ അബിൻ്റെ വിഷയത്തിൽ സമീപിച്ചത്. എന്തായിരുന്നു താങ്കൾക്ക് അങ്ങനെ ഒരു അവഗണന നേരിടേണ്ട സാഹചര്യം ഉണ്ടായത്? അല്ല, അത് ഞാൻ പുതുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്കറിയാം, ഞാൻ 2 പേരെ കണ്ടിട്ടാണ് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രാധാന്യമുണ്ടായത്. ഒന്ന് രാജീവ് ഗാന്ധി എന്ന് പറഞ്ഞ രാജ്യത്തിന് പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി. 2 എൻ്റെ പിതാവാണ്. അപ്പം 2 പേര് ആണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പൊളിറ്റിക്സിലോട്ട് വരാനുള്ളൊരു കാരണം. അപ്പം അതിൽ എൻ്റെ പിതാവിൻ്റെ ഓർമ്മ ദിവസം എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് വിഷമമുണ്ടാകും. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ ആ വിഷമത്തിനപ്പുറം പാർട്ടിയാണ് ഞാൻ പരിഗണിച്ചത്. പാർട്ടിയുടെ തീരുമാനം വലുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനതിൻ്റെ വ്യത്യാസമൊന്നും പറഞ്ഞിട്ടില്ല. അന്നും ഞാൻ പറഞ്ഞു, ആ ഒരു തീരുമാനത്തെ ഞാൻ എന്താ പറയുക, ഇപ്പം വിഷം കുടിക്കുന്ന പോലെ ഞാനത് അംഗീകരിച്ചു. അല്ല, തീർച്ചയായിട്ടും അതൊരു പക്ഷേ ഇപ്പം എന്താ നടക്കുന്ന ഒരു പുതിയൊരു കാലഘട്ടത്തിൽ എന്ത് പറയുന്നു ആ പറയുന്നതിൻ്റെ സെൻസിൻ്റെ നേരെ എതിരാണ് പ്രചരിപ്പിക്കുന്നത്. ചിലർ ഇതിനു വേണ്ടി മാത്രം ഇങ്ങനെ അവസരം കാത്തിരുന്നിട്ട് ഞാൻ പാർട്ടിക്കെതിരെ പ്രതികരിച്ചു എന്ന് വരുത്തിയിരിക്കുകയാണ്. അത് ശരിയായിട്ടൊരു കാര്യമല്ല. അത് അംഗീകരിക്കാൻ ഇത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരന്തരം ഞാൻ എന്ത് പറഞ്ഞാലും അതിൻ്റെ ഒരു ഇപ്പം ഈ പറഞ്ഞതിൽ ഇപ്പം നാളെ നിങ്ങൾക്ക് വേണം ഹെഡിങ് കൊടുക്കാം, ഞാൻ വിഷം കുടിച്ചു എന്ന് പറഞ്ഞു. അതല്ല, ഇതിനകത്ത് നമുക്ക് ഒരാള് ഒരു ഒരു അവഗണന അല്ലെങ്കിൽ കിട്ടേണ്ട സ്ഥാനം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഒരു 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 നമുക്കൊരു പ്രതികരിക്കാൻ പോലും പറ്റില്ലാത്തൊരു പാർട്ടിയാണ് കോൺഗ്രസ്. നമ്മളുടെ വികാരം നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത അതുപോലെ അച്ചടക്കമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അല്ല, അങ്ങനെയല്ല. ഇത് പാർട്ടിയുടെ പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് ചിലർ ഇത് വെട്ടിയെടുത്തിട്ട് സൈബർ സ്പേസിൽ, സൈബർ ഇടങ്ങളിൽ ഇതിനെ പ്രചരിപ്പിക്കുകയാണ്.
ഞാൻ പാർട്ടിക്കെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞു. അത് പാർട്ടിക്ക് ഞാൻ എന്തു പറഞ്ഞു എന്നുള്ളത് ഞാനിപ്പോൾ വ്യക്തമാക്കുകയാണ്. ആ വ്യക്തമാക്കുമ്പോൾ ആർക്കും ഒരു പ്രശ്നം തോന്നുകയില്ല. പക്ഷെ അന്നത്തെ എൻ്റെ പ്രതികരണം അത് പല കാരണങ്ങളുണ്ട്. ആ പറഞ്ഞ സാഹചര്യമുണ്ട്. ഭയങ്കര ഒച്ചയാണ് അവിടെ, എൻ്റെ ചുറ്റും വലിയ ഒച്ചയാണ്. ആ ഒച്ചയുടെ അവസ്ഥയിൽ ഞാൻ ഉറക്കെ സംസാരിക്കുന്നതിൻ്റെ കാരണം പുറകിലൊരു സ്കിറ്റ് നടക്കുകയാണ്, ഈ ആൻറ്റി ഡ്രഗ്സിനെതിരെയുള്ള സ്കിറ്റ് നടക്കുന്നു. ഭയങ്കര ശബ്ദമായിട്ട് ഞാൻ ഒച്ചയെ സംസാരിക്കുക. അതുകൊണ്ട് അതിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് അങ്ങനെ വന്നു. അപ്പം അതും കട്ടിയെടുത്തിട്ട് ഞാൻ പാർട്ടിക്കെതിരെ സംസാരിച്ചു എന്ന് വരുത്തുമ്പോഴത്തേക്ക് അത് നമ്മുടെ പ്രവർത്തകരുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു. അത് പാർട്ടിക്കകത്ത് തന്നെയാണോ അങ്ങനെ ഒരു നീക്കം? അതെനിക്കറിയില്ല. അത് ഈ ചെയ്യുന്നത് കുറേ നാളുകളായി മുഖപുസ്തകത്തിൽ മുഖമില്ലാത്തവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം കുറേ ആളുകൾ ഈ തരത്തിൽ പ്രചരണം നടത്തുക. അത് എന്തിനാണെന്ന് എനിക്കറിയില്ല. CPM-ൻ്റെ ആളുകളായിരിക്കാം. കാരണം കൂടുതലും അങ്ങനെയാണ് കണ്ടുവരുന്നത്. കാരണം അവരാണ് നമുക്കെതിരെ ഒരു അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിനുള്ളിൽ പ്രശ്നമുണ്ടെന്ന് വരുത്താൻ വേണ്ടി അവർ ചെയ്യുന്നതായിരിക്കും. അത് കോൺഗ്രസിനകത്ത് തന്നെയുള്ള ഞാൻ പറയും മുഖമില്ലാത്തവരെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതാരാണ് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇത് കൂടുതലും ഒരു ഇടതുപക്ഷ സൈഡിൽ നിന്നായിരിക്കും. ഈ പാർട്ടിക്കകത്ത് തന്നെ താങ്കൾക്ക് മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അതായത് ഈ നാഷണൽ ഔട്ട്റീച്ച് സെല്ലിൽ നിന്ന് മാറ്റുന്നതിനകത്ത് ചിലർ അതിനകത്ത് പ്രവർത്തിച്ചു എന്നുള്ള രീതിയിൽ താങ്കൾ പറയുന്നുണ്ടായിരുന്നു. അതൊന്നും ഞാനിപ്പം അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അത് ഇപ്പൊ കിടക്കേണ്ട സമയം. കാരണം ഇപ്പൊ ഒരു വലിയ തെരഞ്ഞെടുപ്പ് അതും ഇതും എല്ലാം കണക്റ്റഡ് ആണോ എന്നുള്ളതാണ്. ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ കിടക്കുന്നില്ല. അത് തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം, വലിയൊരു തെരഞ്ഞെടുപ്പിനെ ഇവിടുത്തെ പാർട്ടി നേരിടാൻ പോകുന്നു. അതിനിടയ്ക്ക് എൻ്റെ വ്യക്തിപരമായ പ്രശ്നവും കാര്യങ്ങളൊന്നും ഞാൻ ഉന്നയിക്കേണ്ട ആവശ്യവുമില്ല. കാരണം ഇത് വ്യക്തിക്കപ്പുറം പാർട്ടിയാണ് വരുന്നത്. അപ്പം പ്രസ്ഥാനം വലിയൊരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു യുദ്ധം നേരിടുന്ന സാഹചര്യത്തിൽ നമ്മൾ അതിനോട് അണിചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ. പക്ഷെ എന്തുകൊണ്ടാണ് താങ്കളുടെ ഒരു വാക്ക് പോലും പറയാതെ, താങ്കളെ ഒന്ന് അറിയിക്കുക പോലും ചെയ്യാതെ താങ്കളെ ആ സ്ഥാനത്തിൽ നിന്ന് നീക്കുന്നത്? അപ്പം അവരോട് ചോദിക്കേണ്ടി വരും. അല്ല, എന്നാലും താങ്കൾ അത് തിരക്കിയിരുന്നില്ലേ ഇങ്ങനെ ഒരു ഇത് ഉണ്ടായപ്പോൾ? അപ്പോൾ അതിന് കിട്ടിയൊരു മറുപടി എന്ന് പറഞ്ഞാൽ ഞാൻ ആക്റ്റീവ് അല്ല എന്നുള്ളതാണ്. ആക്റ്റീവ് അല്ലായിരുന്നോ? 9 സംസ്ഥാനത്താണ് ഞാൻ പ്രചരണം നടത്താൻ പോയത്. എനിക്കൊരു ആവശ്യമില്ല. എനിക്ക് പുതുപ്പള്ളി മാത്രം അല്ലെങ്കിൽ കേരളത്തിൽ മാത്രം നിന്നാൽ മതി സാഹചര്യത്തിൽ 9 സംസ്ഥാനത്തിലാണ് ഞാൻ ഔട്ട്റീച്ച് സൗദിയായിട്ടുള്ള പ്രചരണം നടത്തിയത്. ഞങ്ങളുടെ സംസ്ഥാനങ്ങളെ അവരുമായിട്ട് ചേർന്ന്. ഒപ്പം ഞാൻ കർണാടകത്തിൽ എൻ്റെ ഈ ടീമിനെ നിയമിച്ച് തന്നെ 2 മാസം കർണാടകത്തിൽ പ്രവർത്തിച്ചതിന് ശേഷമാണ് ഇവർക്ക് അപ്പോയിൻമെൻറ്റ് കൊടുത്തത്. അത്രയും എഫേർട്ട് എടുത്ത് ഏത് ഇലക്ഷൻ ഉണ്ടെങ്കിലും ഈ ഔട്ട്റീച്ചിൻ്റെ ആൾക്കാരോട് പ്രവർത്തിക്കാൻ പറഞ്ഞ് അതിൻ്റെ എല്ലാ തെളിവും നമ്മുടെ കയ്യിലുണ്ട്. അപ്പം അങ്ങനെ പ്രവർത്തിച്ചിട്ടാണ് ഞങ്ങൾ വെച്ചത് പോലും. അപ്പം അത് പറഞ്ഞില്ലേ? അത് നമ്മളതിലേക്കൊന്നും ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. പക്ഷെ ഇപ്പോഴും ആ പൊസിഷൻ ഇപ്പോഴും വേക്കൻ്റ് ആക്കിയിട്ടിരിക്കുന്നു തോന്നുന്നു. ഇപ്പോൾ അപ്പോയിന്റ് ചെയ്തു ഒരു ഇൻചാർജ് എന്ന രൂപത്തിൽ. അല്ലല്ല, സ്ഥിരം എന്നുള്ള ആള് ചെയർമാൻ എന്നുള്ളത് അപ്പോയിന്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഇൻചാർജസ് 2 പേരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും അതങ്ങനെ ഫിൽ ചെയ്തിട്ടിരിക്കുന്നത്? പൂർണ്ണ ചുമതല കൊടുക്കുക വെച്ചല്ലോ, 10 ദിവസം മുമ്പ് വെച്ചിട്ടുണ്ട്. ഇൻചാർജ് വെച്ചതുകൊണ്ട് തന്നെ അതിനൊരു ഇതായി. KPCC സംഘടനയിൽ താങ്കൾ എന്തെങ്കിലും ഇത് പ്രതീക്ഷിച്ചിരുന്നു? ഞാൻ എൻ്റെ പേര് പറഞ്ഞിട്ടില്ല. എൻ്റെ പേര് പറഞ്ഞവരുണ്ടായിരിക്കാം. പക്ഷെ എൻ്റെ പേര് ഞാൻ പ്രപ്പോസ് ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ആവശ്യപ്പെട്ടിട്ടുമില്ല. KPCC വെക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. താങ്കളുടെ പേര് പറഞ്ഞിട്ടില്ലായിരിക്കാം, പക്ഷെ താങ്കൾ പറഞ്ഞ ഒരാളുടെ പേര് ഉൾപ്പെടുത്തിയില്ല എന്നുള്ളൊരു പരാതി പറയുന്നുണ്ട്. ഞാൻ പറയേണ്ട വേദി പറയും. എന്തുകൊണ്ടാണ് അത് താങ്കൾ ആ രീതിയിൽ പോലും പരിഗണിക്കാതെ? അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. 2000 മുതൽ താങ്കൾ പ്രവർത്തിക്കുന്ന ഒരാൾ, 25 വർഷത്തോളമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഇതുവരെ KPCCയിൽ നല്ലൊരു പൊസിഷൻ കിട്ടിയിട്ടില്ല. KPCC മെമ്പർ എന്നുള്ളതിന് അപ്പുറത്തേക്ക് അതും MLA എന്നുള്ള നിലയ്ക്ക് വരുന്നതാണല്ലോ. അല്ലാതെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, ആവശ്യപ്പെട്ടിട്ടില്ല. KPCCയിൽ ഒരു സ്ഥാനം ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ എൻ്റെ പേര് കൊടുത്തവരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ടും തഴയപ്പെടുകയായിരുന്നു. അല്ല, എൻ്റെ പേര് കൊടുത്തവരുണ്ടെങ്കിൽ എനിക്ക് താല്പര്യമില്ലല്ലോ. എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അതല്ലേ പറയുള്ളൂ. ഇപ്പം അവർ വെച്ചാലും ഇല്ലേ, അങ്ങനെ അറിയിച്ചിരുന്നു താല്പര്യമില്ല. എന്നെ വെച്ചാലും ഇല്ലേലും
എന്നോട് ചോദിക്കുമല്ലോ, ചോദിക്കുമ്പോൾ ഞാൻ എനിക്ക് താല്പര്യമില്ല എന്നേ പറയുള്ളൂ. പക്ഷെ പാർട്ടി നിർബന്ധിക്കേണ്ടി വന്നാൽ വേറെ കാര്യം. പക്ഷെ എന്നോട് ചോദിച്ചാലും ഇല്ലേലും എനിക്ക് താല്പര്യമില്ലായിരുന്നു അങ്ങനെ വരണമെന്ന്. എനിക്ക് മറ്റുള്ളവരണോ, എൻ്റെ നിലപാട് അങ്ങനെയാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് ഇലക്ഷനിൽ എനിക്ക് ജനറൽ സെക്രട്ടറി ആവാൻ സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി മാറിക്കൊടുത്തു. വിമൽ കൈതക്കൽ എന്ന് പറഞ്ഞാൽ എൻ്റെ സഹപ്രവർത്തനത്തിന് വേണ്ടി മാറിക്കൊടുത്തു. ഞാൻ അങ്ങനെയാണ് പൊതുവേ, എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല, അന്നത്തെ സാഹചര്യം അങ്ങനെയാണ്. അങ്ങനെയുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് നമ്മളെ സംബന്ധിച്ച്. പോസ്റ്റിനപ്പുറം എനിക്ക് എൻ്റെ ഫാദറിനും അങ്ങനെയാണ്. ഏത് സ്ഥലത്തും പോസ്റ്റിനപ്പുറം പാർട്ടി പോസ്റ്റ് താല്പര്യമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ പോസ്റ്റിനപ്പുറം നമ്മളെ സംബന്ധിച്ച് പ്രവർത്തകരോടൊപ്പം പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ഏത് സ്ഥലത്തും പോയി പരിപാടി പങ്കെടുക്കുക എന്നുള്ളത് ആ സാഹചര്യം എനിക്കുണ്ട്. ജനങ്ങൾ തരുന്ന അംഗീകാരമുണ്ട്. എവിടെ ചെന്നാലും കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ജനങ്ങൾ നമ്മളെ കാണുമ്പോൾ സ്നേഹം കൊണ്ട് പൊതിയുന്നുണ്ട്. അതിൽ പരം ഒരു അംഗീകാരം കിട്ടാനില്ല. ഇപ്പോഴത്തെ ഈ പുതിയൊരു യുഗത്തിൽ, സോഷ്യൽ മീഡിയയുടെ ഒക്കെ കാലഘട്ടത്തിൽ രണ്ട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. ഒന്ന് റീൽ, സോഷ്യൽ മീഡിയയിൽ റീൽ, അല്ലെങ്കിൽ ഒന്ന് പ്രവർത്തിക്കുന്നത് ഇത് ഇറങ്ങി. ഇതിൽ ഏതാണ് താങ്കൾക്ക് തോന്നുന്നത്? കാരണം താങ്കളൊരു ഓൾഡ് സ്കൂൾ ഒരു ഇതാണെന്ന് തോന്നുന്നു. എന്നെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഫേസ്ബുക്കിലും ഇടാറുണ്ട്, നമ്മൾ പ്രവർത്തനവും നടത്താറുണ്ട്. നമുക്കൊരു മിക്സ് മാത്രമേ പോസിബിൾ ആവുള്ളൂ. അല്ലാതെ ഇന്ന് ഫേസ്ബുക്കില്ല, വാട്സപ്പില്ല എന്ന് പറയുന്നത് യാഥാർത്ഥ്യവുമായി ബന്ധമില്ല. കാരണം ജനങ്ങൾ ഇന്ന് എല്ലാവരും ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും എന്താ പറയുക ട്വിറ്ററും എല്ലാം നോക്കുന്ന ഒരു യുഗമാണ്. അപ്പോൾ കാലം മാറിയ സാഹചര്യത്തിൽ അതിനനുസരിച്ച് രാഷ്ട്രീയ പ്രവർത്തനവും അങ്ങനെ അതിലും വേണ്ടേ, അതിലും വേണ്ടാതിരിക്കാൻ പറ്റൂ. നമ്മൾ ഇങ്ങനെ മാത്രം പ്രവർത്തിച്ചാൽ ആൾക്കാരറിയോ? അതിനോടൊപ്പം ചേർന്ന് ഇതും വേണം, ഇപ്പം രണ്ടും വേണം. അതൊന്നും നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കുന്നൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. റീല് പൊളിറ്റിക്സ് ഒരു കുറ്റമാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ രണ്ടും ചേർന്നുണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ പൊളിറ്റിക്സ്, ഇന്നത്തെ യുഗത്തിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞ പോലെ റിയാലിറ്റി, ആ റിയാലിറ്റി നമ്മൾ കാണാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. റീൽ മാത്രമായാലും ശരിയാവില്ല. അല്ല, റീൽ മാത്രമാകുമ്പോൾ നിങ്ങളല്ലേ പറയുന്നത്, പത്രക്കാരല്ലേ പറയുന്നത്. അല്ലാതെ റീല് മാത്രമേ എവിടെ ഉള്ളത്? എല്ലാവരും പ്രവർത്തിച്ചിട്ടാണ് എവിടെയെങ്കിലുമൊക്കെ എത്തുന്നത്. അല്ലാതെ ഇത് റീല് മാത്രമേ ഉള്ളതെന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ഇൻ്റർപ്രിട്ടേഷൻ. പക്ഷെ പലരും താങ്കൾ ഇറങ്ങി പ്രവർത്തിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. അതിപ്പോൾ നമ്മളങ്ങനെ അത് പറയുക. ഓരോരുത്തരുടെ പ്രവർത്തനം അവർക്കല്ലേ അറിയുള്ളൂ. അവർ പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ എല്ലാം വിശ്വാസം. ചില പത്രക്കാർക്കാണ് ഈ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഈ തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. ഞങ്ങൾക്കൊന്നും അങ്ങനെ അഭിപ്രായമില്ല. ഈ ഇപ്പോഴത്തെ പുതിയ പുനഃസംഘടനയുള്ള ഇതെങ്ങനെയാണ് താങ്കളുടെ ഒരു പ്രതികരണം? അത് നല്ല രീതിയിലാണോ? എല്ലാവരും പരിഗണിച്ചിട്ടുണ്ടോ? അതോ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പലരും പരാതി ഉന്നയിച്ചിട്ടുണ്ട്. പബ്ലിക്കായിട്ട് പറഞ്ഞില്ലെങ്കിൽ അവർക്ക് പരാതിയുണ്ട്. അല്ല, അതൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ആ സാഹചര്യമൊക്കെ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ചർച്ച ചെയ്ത് നമ്മളതിനെ കൂടുതൽ അതിലേക്ക് നമ്മളിനി കടക്കേണ്ടതുണ്ടോ? പക്ഷെ ഇതിനകത്ത് ഒരു സാമുദായിക ഇക്വേഷൻ കൂടെ കണക്കിലെടുത്തിട്ടായിരിക്കില്ലേ ഇപ്പൊ പ്രസിഡന്റ് ഒരു ക്രിസ്ത്യൻ ആയതുകൊണ്ട് ഇത് യൂത്ത് കോൺഗ്രസ് വന്നപ്പോൾ അതും കൂടെ പരിഗണിച്ചിട്ടായിരിക്കും നമ്മൾ ഇത്രയും അധികം ചിന്തിക്കേണ്ടതുണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിന്തിക്കേണ്ടതുണ്ടോ എന്നൊക്കെ നമുക്ക് ആലോചിക്കണം. കാരണം മറ്റു പലരും അങ്ങനെ ഒന്നും ആലോചിക്കാറില്ല. അപ്പോൾ നമ്മളും അങ്ങനെ ചിന്തിക്കണമെന്നൊക്കെ നമ്മൾ ആലോചിക്കും. പുതിയൊരു കാലഘട്ടമാണ്. അപ്പം ഇതൊക്കെ നമ്മൾ ആ സാഹചര്യത്തിൽ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതായിരിക്കും ഏറ്റവും നല്ലത്. അല്ല, അങ്ങനെ ഇപ്പൊ ഈ മതവും ജാതിയും ഒക്കെ ഇങ്ങനെ നോക്കേണ്ട കാര്യമുണ്ടോ? ഈ ഇത്തരം അല്ല, ഇതൊക്കെ മാറും, സ്വാഭാവികമല്ലേ. ഇപ്പൊ 1940 സമയമാണോ ഇപ്പോൾ? അന്ന് തീരുമാനമെടുത്തവരാണ് ഇന്ന് എടുക്കുന്നത്. അന്ന് ഇതിനെക്കാട്ടി കൂടുതൽ നമ്മൾ എന്താ പറയുക, ഇതേപോലത്തെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു. ഇന്ന് പ്രാധാന്യം കുറഞ്ഞു വരുന്നു. 50-60 ആയപ്പോൾ കൂടുതലുണ്ടായിരുന്നു, ഇപ്പോൾ കുറഞ്ഞു വരുന്നു. ഒരു 10-20 വർഷം കഴിയുമ്പോൾ ഇതൊട്ടും പ്രാധാന്യം ഉണ്ടാവുകയില്ല. അതൊക്കെ കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കും. പക്ഷേ ഇപ്പോൾ ഈ പണ്ട് 60കളിലോ അല്ലെങ്കിൽ 70കളിലൊക്കെ പ്രവർത്തിച്ച നേതാക്കന്മാർ പറയുന്നത്, അന്ന് അവരോട് പറഞ്ഞത് പള്ളിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഹിന്ദു രക്തം, മുസ്ലിം രക്തം, ഞങ്ങളിലുള്ള മാനവ രക്തം എന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വരുന്നത് പള്ളിയിലേക്കാണ്. ആ കാര്യമുള്ളത്. ഗാന്ധിയുടെ ആദർശം തിരിച്ചായിരുന്നു എൻ്റെ അഭിപ്രായം. ഐ എം എ ഹിന്ദു, ഐ എം എ മുസ്ലിം, ഐ എം എ ക്രിസ്ത്യൻ, ഐ എം എ സിഖ്, ഐ എം എ പാർസി, ഐ എം എ ജൂ, നോട്ട് ഓൺലി മീ, യു ആർ ഓൾ. ഞാൻ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും സിഖും പാർസിയും എല്ലാമാണ്. ഞാൻ മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരും അതാണ് ഗാന്ധിയുടെ ആദർശം. ഇത് യൂറോപ്യൻ സെക്കുലറിസം അല്ല ഇന്ത്യയുടെ സെക്കുലറിസം. യൂറോപ്യൻ്റെ സെക്കുലറിസത്തിൽ
മതത്തെ ഒഴിവാക്കുന്ന സെക്യുലറിസമാണ്. നമ്മുടെ സെക്യുലറിസത്തിൽ എല്ലാ മതങ്ങളെ അംഗീകരിക്കുന്ന സെക്യുലറാണ്. ഞാനിപ്പോൾ തിരിച്ചാ പറയുക, ഐ എം എ ഹിന്ദു, ഐ എം എ മുസ്ലിം, ഐ എം എ ക്രിസ്ത്യൻ, ഐ എം എ സിഖ്, ഐ എം എ പാർസി. ഞാൻ ഗാന്ധിയുടെ കാഴ്ചപ്പാടിലാണ്. ഇവരെല്ലാമാണ്. ഈ ഇലക്ഷൻ അടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സാഹചര്യം? ഈ പാർട്ടിക്കകത്ത് ഈ ഒരു പാർട്ടിക്കകത്ത് എന്ത് പ്രശ്നം? പാർട്ടിക്കകത്ത് ഒരു പ്രശ്നമില്ലല്ലോ. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് സ്വാഭാവികമായിട്ടുള്ള ചില ചില ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടെന്നല്ലാതെ പാർട്ടിക്കകത്ത് എന്താ പ്രശ്നം? ഒരു പ്രശ്നം. ഫേവറബിൾ ആണ് 100%. ലോക്കൽ ബോഡി ഇലക്ഷൻ, ലോക്കൽ ബോഡി ഇലക്ഷനിലും വലിയ വിജയം ഉണ്ടാകും, അസംബ്ലിയിലും വലിയ വിജയം ഉണ്ടാകും. കോൺഗ്രസ് എന്തായാലും അറിയാത്തത്. താങ്കൾ ഈ കേരളത്തിലെ നേതാക്കന്മാരുടെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും നേതാക്കന്മാരാണെന്ന് പറഞ്ഞു. കേരളത്തിലെ നേതാക്കന്മാരിൽ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി ആകാൻ യോഗ്യനായിട്ടുള്ള ആളാരാണ്? അത് പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിച്ചോളൂ. ഞാനല്ല തീരുമാനിക്കുന്നത്. എൻ്റെ കാഴ്ചപ്പാടും ഞാൻ ഒരു വ്യക്തിക്ക് പ്രാധാന്യമില്ല. അത് പാർട്ടി ലീഡർഷിപ്പ്, രാഹുൽജി, സോണിയാജി, അതുപോലെ മല്ലികാർജുൻ ഖാർഗെ, അവരൊക്കെ ചേർന്നാണ് കേരളത്തിലെ കാര്യം തീരുമാനിക്കുക. MLA മാരുടെ ഒപ്പീനിയൻ കേട്ടതിന് ശേഷം MLA മാരുടെ ഒപ്പീനിയൻ ആ സമയമാകുമ്പോൾ MLA മാർ പറയും. പക്ഷെ LDF-ഉം ഒരു മൂന്നാം ഭരണത്തിലേക്ക് പോകാൻ ആ ട്രാജഡി ഉണ്ടാവില്ല. അതൊരു ട്രാജഡി ആയിരിക്കും. പക്ഷെ ഇപ്പൊ ആ രീതിയിൽ അവരുടെ ഒരു എന്താ പറയുക പ്രചരണം അങ്ങനെയാണ് വരുന്നത്. പക്ഷേ രണ്ടാം ഉണ്ടാകാൻ കാരണം എന്താ? കോവിഡ് കാരണമാണ് ഇല്ലേ? ഏറ്റവും കുറവ് പോളിംഗ് 65-ന് ശേഷം ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും കുറവ് പോളിംഗ് നടന്ന ഒരു ഇലക്ഷനാണ് 21 ഇലക്ഷൻ. ആ തെരഞ്ഞെടുപ്പിൽ കമ്പാരിറ്റീവ്ലി കുറവായിരുന്നുള്ളതേ ഉള്ളൂ, വലിയ കുറവായിരുന്നു. എനിക്ക് അത് ഡൽഹിയിൽ നിന്ന് കിട്ടിയ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്, അത് വെച്ച് ഞാൻ പറയുന്നത് ഏറ്റവും കുറവ് പോളിംഗിൽ ഒന്നാണ്. അതുകൂടെ കൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോലും ഭയപ്പെട്ടു. അത്തരം ഭീതിയുടെ അന്തരീക്ഷമല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ആ ഒരു സാഹചര്യം ഇന്നില്ല. അന്ന് കിറ്റ് കൊടുത്താ ജയിച്ചത് ഇല്ലേ? അല്ല, ഈ കിറ്റ് കൊടുത്തു കോവിഡിൻ്റെ സാഹചര്യങ്ങളൊക്കെ പറയുമ്പോഴും മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് UDF-നകത്തെ ഒരു കെട്ടുറപ്പില്ലായ്മയായിരുന്നു പിന്നെ വീണ്ടും LDF-ന് വരാൻ സാഹചര്യം ഒരുക്കുക എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. UDF-നകത്ത് ഒരു പ്രശ്നമൊന്നുമില്ല. ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് ചിലപ്പം നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മൾ ജയിക്കും എന്നുള്ള പ്രതീക്ഷയില്ല. കാരണം എല്ലാ പ്രാവശ്യവും ഭരണം മാറുന്നൊരു ട്രെൻഡാണല്ലോ കേരളത്തിൽ. പക്ഷെ ഈ ഒരു ഫാക്ടർ ചിലപ്പോൾ കൗണ്ടിങ് ചെയ്ത് കണ്ടു. അങ്ങനെ ഒരു ഓവർ കോൺഫിഡൻസ് ഇല്ലേ? അങ്ങനെ ഓവർ കോൺഫിഡൻസ് അല്ല, റിയൽ കോൺഫിഡൻസ്, ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന കോൺഫിഡൻസ്, ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന കോൺഫിഡൻസ്. സർക്കാരിനെ ജനങ്ങൾ കാത്തിരിക്കുകയാണ് അവസരം വോട്ട് ചെയ്യാൻ. ആ കോൺഫിഡൻസിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. സതീശൻ പറയുന്ന 100 സീറ്റ് പ്രതിപക്ഷ നേതാവ് 100% കറക്റ്റാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ അസസ്മെൻറ്റും പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവർത്തനമൊക്കെ പുള്ളി ഗ്രൗണ്ടിനെ ബേസ് ചെയ്താൽ പുള്ളി പറയുന്നത്. ജനവികാരം അതാണ്. 100 സീറ്റ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റാണ്. സീരിയസ് ആയിട്ടും അത് നടക്കാൻ പോകുന്നൊരു കാര്യം. മുമ്പ് താങ്കളും VD സതീശനും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ ഒരു അകൽച്ച ഉണ്ടായിരുന്നുള്ള ഞങ്ങൾ തമ്മിൽ ഒരു ഇഷ്യൂ ഇല്ല. മാധ്യമങ്ങളിൽ അന്ന് ഉണ്ടായിരുന്ന നിങ്ങളുണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് ഞാൻ ഉത്തരം പറയുന്നതിന്. ഇപ്പോൾ എങ്ങനെയാണ്? നല്ല ബന്ധത്തിലാണ്? അന്നും നല്ല ബന്ധം, ഇന്നും നല്ല ബന്ധം, കൂടുതൽ ഊഷ്മളമായിട്ട് തുടരുന്നു. ഞാൻ എനിക്കെന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഞാൻ അന്ന് എനിക്ക് ഈ സർവ്വമത സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഓസ്ട്രേലിയയിൽ പോയായിരുന്നു. ഓസ്ട്രേലിയയിൽ പോയി വന്നപ്പോഴത്തേക്ക് 2 ദിവസം പോയി പിന്നെ ആ പുള്ളി അദ്ദേഹം ഹോസ്പിറ്റലിൽ വിട്ടു. പിന്നെ എനിക്ക് അങ്ങോട്ട് പോകാനും സാധിച്ചിട്ടില്ല. ഈ രാഹുലും ഷാഫിയായിട്ട് എന്താണ് താങ്കൾക്കൊരു അകൽച്ചയുടെ ഒരു പ്രശ്നം എന്താണ്? നിങ്ങൾ പറയുന്നതല്ലേ ഞങ്ങൾ തമ്മിൽ എന്താ അകൽച്ച? അകൽച്ചയൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ എന്താ അകൽച്ച? നിങ്ങളിതേപോലെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് എൻ്റെ തലയിൽ വെക്കുക. അതായത് എന്താ അകൽച്ചയുള്ളത്? എപ്പോഴും ടോക്കിംഗ് ടൈംസ് കഴിഞ്ഞ ദിവസം ഞാൻ പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടില്ലേ? കഴിഞ്ഞ ദിവസം മാർച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഷാഫിക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞാണ് ഞാൻ സൂചിപ്പിച്ചത്. എനിക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഞാനത് സൂചിപ്പിക്കും. നിങ്ങളായിട്ടുണ്ടാക്കുന്ന ഇഷ്യൂസിൻ്റെ എല്ലാം ഞാൻ മറുപടി പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ പറയുന്നത് കോൺഗ്രസിനകത്ത് പണ്ട് 2 ഗ്രൂപ്പായിരുന്നു. ഇപ്പം എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് കോൺഗ്രസ്സുകാർക്ക് തന്നെ അറിയില്ല എന്ന് പറയുന്നത്. ചാണ്ടി ഗ്രൂപ്പ് ഉണ്ടോ? എനിക്കൊരു ഗ്രൂപ്പേ ഉള്ളൂ.
രാഹുൽ ഗ്രൂപ്പ്. ഇത് രാഹുൽ മാങ്കുട്ടും. ഞങ്ങളുടെ പാർട്ടിക്ക് രാഹുൽ എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയാണ്. കേരളത്തിലിപ്പം ഗ്രൂപ്പുകളുടെ കാര്യം പറഞ്ഞപ്പോൾ കേരളത്തിലിപ്പോൾ ഒരു ഗ്രൂപ്പേ ഉള്ളൂ, KC വേണുഗോപാലിൻ്റെ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ച് പാർട്ടി മാത്രമേ ഉള്ളൂ, പാർട്ടിയാണ് പ്രധാനം. ഇപ്പം പണ്ടത്തെ പോലെ AI ഗ്രൂപ്പുകളൊക്കെ ക്ഷീണിച്ചു. ഇപ്പം താങ്കൾക്ക് AI ഗ്രൂപ്പിൻ്റെ ഒരു നേതൃത്വത്തിലേക്ക് വരാൻ സാധിക്കില്ലേ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരു ഗ്രൂപ്പേ ഉള്ളൂ, രാഹുൽ ഗ്രൂപ്പ്. അല്ല, താങ്കളുടെ പിതാവ് നേതൃത്വം കൊടുത്ത ഗ്രൂപ്പായിരുന്നല്ലോ A ഗ്രൂപ്പ്. ആ A ഗ്രൂപ്പ് ഇപ്പം ഉണ്ടോ? അത് എനിക്കറിയില്ല. അങ്ങനെ ഗ്രൂപ്പേ ഇല്ല. അങ്ങനെ താങ്കളുടെ പിതാവ് നേതൃത്വം നൽകിയൊരു ഗ്രൂപ്പായിരുന്നു. ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരൻ കൂടിയായിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ആ കാര്യത്തിൽ കോൺഗ്രസ് ആണ് ഫസ്റ്റ് എന്നുള്ളത് പുള്ളിക്ക് എന്നും ഉണ്ടായിരുന്നു. അത് ഗ്രൂപ്പ് ഉണ്ട് ഇല്ല ഞാൻ പറയത്തില്ല, ഗ്രൂപ്പിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും എന്ത് വന്നാലും പാർട്ടിയുടെ ഇൻട്രസ്റ്റിനപ്പുറം ഒരു ഗ്രൂപ്പിൻ്റെ ഇൻട്രസ്റ്റും അദ്ദേഹം കൊണ്ടുപോയിട്ടില്ല. അതുകൊണ്ട് ഞാനത് ആ കാഴ്ചപ്പാടാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലശേഷം ആ ഗ്രൂപ്പ് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഗ്രൂപ്പിനപ്പുറമാണ് പാർട്ടി, ഗ്രൂപ്പിനപ്പുറമാണ് പാർട്ടി. ഞാൻ എന്നും ഞാൻ എന്നും പാർട്ടിക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ആ പാർട്ടിക്ക് വേണ്ടി ഞാൻ തുടർന്ന് പ്രവർത്തിക്കും. പക്ഷെ പാർട്ടി അത് കാണുന്നില്ലല്ലോ, പാർട്ടി വേണ്ട രീതിയിലുള്ള പരിഗണന താങ്കൾക്ക് നൽകുന്നില്ല. എല്ലാ കാര്യങ്ങളും നമ്മളിപ്പം ആഗ്രഹിക്കുന്നില്ല നടക്കണമെന്നുണ്ടോ? ഒരു അവഗണന നേരിടുന്നുണ്ടോ? അതൊക്കെ ഞാനൊന്നും ഈ സാഹചര്യത്തിൽ പറയേണ്ട കാര്യമില്ല. പബ്ലിക് ഡിസ്കഷൻ ഇത് ആവശ്യമില്ല. ഞാൻ പറയും, കെ മുരളീധരൻ പറഞ്ഞ സ്റ്റാൻഡ് കറക്റ്റാണ്. പബ്ലിക് ഡിസ്കഷൻ ഇപ്പോൾ സമയമല്ല, പബ്ലിക് ഡിസ്കഷൻ്റെ സമയമല്ല ഇത്. ഇന്ന് പുതുപ്പള്ളി ഫോക്കസ് ചെയ്ത് ആയിരിക്കും അടുത്ത ഇലക്ഷൻ വരട്ടെ, നോക്കാം. പുതുപ്പള്ളിയിൽ തന്നെ നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ തന്നെ ആയിരിക്കും, നോക്കാം.